എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യാം. 4 ഒരേ സൈസിലുള്ള ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്യാൻവാസിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ഓറഞ്ച് കളറാണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ക്യാൻവാസ് ഇല്ലയെന്നും പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട. 4 കാർഡ്ബോർഡ് എടുത്തിട്ട് വൈറ്റ് ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ വോളിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ 4ഉം കൂടെ ഒരുമിച്ച് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഓറഞ്ച് ഒന്ന് താഴെ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെയിൻറ്റ് നല്ലപോലെ സ്പ്രെഡ് ആവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ക്യാൻവാസ് ബ്രഷ് വെച്ച് ഒന്ന് നനച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾക്ക് ഈ ക്യാൻവാസിൻ്റെ തന്നെ മേലെ ഭാഗത്ത്, അതായത് ആ വൈറ്റ് വരുന്ന പോർഷനിൽ നമ്മൾ ഒന്ന് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ക്യാൻവാസിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി 3 ക്യാൻവാസും കൂടെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെയും ബേസായിട്ട് നമ്മൾ ഓറഞ്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് ഇങ്ങനെ റാന്ന് എഴുതുന്ന പോലെ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് മൊത്തമായിട്ട് ഓറഞ്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വൈറ്റ് വരുന്ന പോർഷനിൽ നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതിനെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കുറച്ച് കുട്ടികൾ ഹായ് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹന്ന, റോയ, ഫർഹാന, റിയ, അച്ചു, സോളി ഇത്രയും ആൾക്കാരാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട്. ഇനി നമ്മളിത് 3ാമത്തെ ക്യാൻവാസ് എടുത്തിട്ട് റെഡിനെ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്സ്, മൗണ്ടൻ ഷേപ്സ് ആണ് വരച്ച് കൊടുക്കുന്നത്. ഇനി ആ താഴ്ഭാഗം മൊത്തമായിട്ട് ഇതൊന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. 3ാമത്തെയും 4ാമത്തെ ക്യാൻവാസിൽ നമ്മൾ റെഡ് തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ 3ാമത്തെ ക്യാൻവാസിൽ മൗണ്ടൻ റെഡിനെ കൊണ്ട് വരച്ചതിന് ശേഷം 4ാമത്തെ ക്യാൻവാസിൽ ഞാൻ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പും കൂടെ അപ്പം തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഒരേ കളർ യൂസ് ചെയ്യുന്നത് വേറെ വേറെ ക്യാൻവാസിൽ ഒരുമിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു റെഡിൻ്റെ മേലെ ആയിട്ട് നമ്മൾ ഓറഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മൗണ്ടൻസ് വരച്ചിട്ട് അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം.
നാലാമത്തെ ക്യാൻവാസിൽ ഇനി ആ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റിലേക്ക് ഒരു ട്രയാങ്കിൾ പോലെ ബ്ലൂ ആണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഓറഞ്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ബ്ലാക്കും കൂടെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മൊത്തമായിട്ട് ലൈറ്റ് ബ്ലൂ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ക്യാൻവാസിൻ്റെയും ബേസ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഓരോന്നിലും നമ്മൾ ഒരു സണ്ണിനെയും ഒരു മൂണിനെയും ഒക്കെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഓറഞ്ചും യെല്ലോവും വരുന്ന അവിടെ റെഡ് സണ്ണിനെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് റെഡ് ബേസ് വരുന്ന ക്യാൻവാസിൽ യെല്ലോ സണ്ണിനെയാണ് വരയ്ക്കുന്നത്. അതുപോലെ നമ്മൾ റെഡും ഓറഞ്ചും വരുന്ന അവിടെ ഒരു മൂണിനാണ്, ഹാഫ് മൂണിനാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പെയിൻറ്റിങ്. നാലും കൂടെ ഒരുമിച്ച് ഹാങ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, വരയ്ക്കാനൊന്നും അറിയണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.